ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. കൊണ്ടോട്ടിയാണ്, ഉപ്പ കുടുംബത്തിലാണ് കേട്ടോ. ഉപ്പൻ്റെ ഇച്ചാപ്പൻ്റെ മോളെ കല്യാണമാണ്, മോളെ കല്യാണമാണ്. അപ്പം നമ്മൾ വല്യുപ്പൻ്റെ ആകെയുള്ളൊരു എന്താ പറയുക ഫാമിലിയാണ് കേട്ടോ. കൊണ്ടോട്ടി ഏട്ടനും അനിയനുമുള്ള ഫാമിലിയാണ്. അപ്പം അവരെ വീട്ടിൽ പോവുക. അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്താട്ടോ പോയത്. ഒരു 12 മണി 11:30 ഒക്കെ ആ സമയത്താണ്. നല്ല വെയിലുള്ള സമയമാണ്. നല്ല ബൈക്കിലാട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കൊണ്ട് കരിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നമ്മൾ ഓടി. അവിടെ ഏകദേശമൊക്കെ എത്താനായ സമയത്ത് നമ്മളൊരു വെള്ളം കുടിക്കാൻ കയറിയ സമയം കേട്ടോ അതൊക്കെ കണ്ടത്. കുറേ ഓടാനുണ്ട്. ഏകദേശമൊക്കെ ഇപ്പോൾ എത്താനായി. നമ്മളെപ്പോഴും പോവാത്തതുകൊണ്ട് തന്നെ വഴിയൊന്നും വലിയ ഐഡിയ അല്ല കേട്ടോ. അങ്ങനെ ഏകദേശം എത്താനായി. ആ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. മാതാകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൊണ്ടോട്ടി കാടപ്പടി എന്ന് പറഞ്ഞ അടുത്ത്. നമ്മൾ അതിൽ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഉമ്മയും പിന്നെ വായിച്ചും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അനിയത്തിമാരും ഒക്കെ അവരൊക്കെ മുന്നിൽ വന്നിട്ടുണ്ട്. നമ്മളെ കൂടെയല്ല, വല്ല ജീപ്പിലാണ് വന്നത്. എന്താ പറയുക, അപ്പോൾ അവർ വന്നിട്ട് കുറേ നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, ഇറങ്ങാൻ തന്നെ ലേറ്റായി. കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പം അറിയാത്തതുകൊണ്ട് അവിടെ നിന്നൊക്കെ ചോദിച്ചങ്ങനെ പോവുക കേട്ടോ. കുറേ നേരമായി ഓടുന്നു. നല്ല പൊരിഞ്ഞ വെയിലുണ്ട്. എന്താ ചെയ്യുക, നല്ല വെയിലുള്ള സമയം. കുറച്ചും കൂടെ നേരത്തെ പോയാൽ മതിയായിരുന്നു. അങ്ങനെ ഏതായാലും ലേറ്റായി. ഇപ്പോൾ അതാ ഇവിടെ എത്താനായിട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഡ്രസ്സൊക്കെ ഒന്ന് എന്താ പറയുക, കുറേ കാലം കൂടിയിട്ടോ ഇവിടെ എത്തുന്നത്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. കൊണ്ടോട്ടി നേർച്ചക്കൊക്കെ നമ്മൾ എല്ലാ കൊല്ലവും വരാറുണ്ടായിരുന്നു കേട്ടോ. ചെറുതായപ്പോൾ വായിച്ചിൻ്റെ കൂടെ, എൻ്റെ വല്യുപ്പൻ്റെ കൂടെ. ഇപ്പം ഒരുപാട് കാലം കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകാനും പറ്റില്ലല്ലോ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ആണല്ലോ നമ്മൾ പോകാൻ പറ്റുക എവിടെയെങ്കിലുമൊക്കെ. അപ്പം നമ്മളവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. ഒരുപാട് ആളുകളൊക്കെ കല്യാണത്തിന് പോയി തിരിച്ച് പോകുന്നുണ്ട്, വന്നവരുണ്ട്. അങ്ങനെ മോനെന്തോ കയ്യിലെന്തോ ചൂടെന്തോ കാണിച്ചു തരുന്നുണ്ട്. കണ്ണൊക്കെ ചൂടായെന്ന് തോന്നുന്നു. പൊടിയൊക്കെ പാറിയിട്ട് കുറേ നേരമായില്ലേ. ഹായ്, കൊണ്ടോട്ടി കല്യാണത്തിന് വന്നാന്നൊക്കെ പറയാം കേട്ടോ. അമ്മായിൻ്റെ മോളായിട്ട് വരും കേട്ടോ എൻ്റെ കല്യാണ പെണ്ണിനൊക്കെ. ഞാൻ വീഡിയോ എടുത്തതിലൊന്നും പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസ് കുറച്ച് ചെറിയ ഭാഗമൊക്കെ ഉണ്ട്, അതോടെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ചും കൂടെ നല്ല രസമുണ്ടാവും നിങ്ങൾക്ക് വീഡിയോ കാണാൻ. പിന്നെന്താ, നമ്മൾ നടന്ന് പോവുക കേട്ടോ. വീഡിയോ ഓഫാക്കാനൊക്കെ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മൾ അവിടെ വീട്ടിലെത്തി. നമ്മൾ കുറച്ച് ലേറ്റ് ആയതാണ്. നിക്കാഹ് 10 മണിക്കിട്ടായിരുന്നു. 10, 10:30, 11 മണീൻ്റെ ഉള്ളിലായിരുന്നു നിക്കാഹ്. ആ സമയത്തൊന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ തറവാടാണ് കേട്ടോ, അച്ചാപ്പൻ്റെ വീടാണ്. എൻ്റെ വല്യാഴ്ചൻ്റെ അനിയനാട്ടോ അവിടെ കൊലായിലിരിക്കുന്നുണ്ട്. സലാം പറയുകയൊക്കെ ചെയ്ത് വിശേഷം ചോദിച്ച്. ഇതാണ് തറവാട്. പിന്നെ ഇത് വാവുക്കാക്കൻ്റെ പുരയാണ് കേട്ടോ, അച്ചാപ്പൻ്റെ മൂത്ത മോൻ്റെ പുര. ഇത് നസീമമ്മായിയാണ്, ഇപ്പം എൻ്റെ പെങ്ങൾ. ഇവിടെ വെച്ചിട്ടാട്ടോ കല്യാണം നടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ കയറി വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കിലാണ്. നമ്മളവിടെ എത്തിയപ്പോൾ 1:30 ഒക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ഏകദേശം. അപ്പം അനിയത്തി മോനൊക്കെ ഉണ്ട് കൊലായിൽ. അവരൊക്കെ അപ്പുറത്തെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഉപ്പൻ്റെ അനിയനാട്ടോ അവിടെ ഇരിക്കണത്. ഉപ്പൻ്റെ അനിയൻ സുഖമില്ലായിരുന്നു. ഇത് മക്കൾ കേട്ടോ, അനിയത്തിൻ്റെ മക്കൾ. 3 ആളെ മക്കളും ഉണ്ട്. വർത്തനൊക്കെ പറഞ്ഞ് ഊരപ്പം തന്നെ പോവാന്നുള്ളതിലാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി.
ഓലൊക്കെ ഫുഡ് കഴിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാരാണ്. നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരത്തായതുകൊണ്ട് നമ്മൾ ഒരുപാട് അവരെ അയൽവാസികളും കുടുംബക്കാരും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാനും ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ അങ്ങനെയായിട്ട് ഇരിക്കണത്. ഞാനെന്ത് ചെയ്ത് ഇവരെ കൂടെ തന്നെ കയറിയിരുന്ന് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച്. അല്ലാണ്ട് ഒറ്റയ്ക്ക് പോയിരിക്കാനൊരു മടി. വായിച്ചും എൻ്റെ വല്യപ്പാട്ടത് അതിപ്പോൾ എൻ്റെ അനിയന് സുഖമില്ലാണ്ട് സ്ട്രോക്ക് വന്ന് കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ കുറേ മാറി, ഒരുപാട് മാറ്റം വന്ന്. ICUലൊക്കെ ആയിരുന്നു കേട്ടോ. എന്തുവായിരിക്കണേ പെട്ടെന്ന് ശരിയാകാൻ. സംസാരിക്കുന്നതിലും കുറച്ചൊരു ബുദ്ധിപരമായിട്ടും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതും കൂടെ അങ്ങോട്ട് ശരിയായി കിട്ടി ഉഷാറായി. അപ്പം ഇത് എൻ്റെ അനിയൻ എൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ മോനാട്ടോ. അത് എൻ്റെ അനിയത്തിൻ്റെ ഷാക്കിറ പറയും. ഇത് അനിയത്തിൻ്റെ മോളാണ്, സുറുമി എന്നറിയും. അവളെ മോളാണ് കേട്ടോ. അതുണ്ട്, അതുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനിയത്തിൻ്റെ മോനാണ്. എനിക്ക് 2 അനിയത്തിമാരാണുള്ളത്. ഇപ്പം എൻ്റെ അനിയൻ്റെ മോളും കൂടെ കൂട്ടി 3 അനിയത്തിമാർ. അങ്ങനെ അവർ പോവുക കേട്ടോ. അവർ നമ്മൾ ഭക്ഷണം കഴിക്കുക, ഓര് പോവാന്ന് പറഞ്ഞു. ഓല് വണ്ടിയിൽ കയറി. അളിയന് എന്തോ എന്താ പറയുക, ഉപ്പൻ്റെ മേമൻ്റെ മോളെ ഭർത്താവ് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് പണിസ്ഥലത്ത് നിന്ന് വിളിച്ച് തല കറങ്ങി വീണ് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ കുറഞ്ഞതായിട്ടാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കേട്ട സമയത്ത് ഇവരെന്തോ ബേജാറായിട്ട് പെട്ടെന്ന് കല്യാണ വീട്ടിൽ നിന്ന് ഇവർ പോന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മളവിടെ നിന്ന്. പിന്നെ നമ്മളവിടെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, നാട്ടുമാങ്ങയൊക്കെ. അതൊക്കെ എന്താ പറയുക, കാറ്റടിക്കുമ്പോഴൊക്കെ ഒരു 5-6 മാങ്ങയൊക്കെ വീണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചൊക്കെ തിന്ന് കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ അവിടെ ലേറ്റായിട്ടാണ് പുതിയാപ്ല വരിക. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മോന് പന്ത് കളിക്കാൻ പോകാനുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുറേ നേരം അവിടെ നിന്നില്ല. പിന്നെ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ സമയത്ത് എന്തായാലും ഒരു 5-6 മണിയൊക്കെ ആവും. അപ്പം നമ്മൾ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അവിടുന്ന് മോളോട് പറഞ്ഞ് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു പോയല്ലോ, ഓൾറെഡി പോയി. പിന്നെ നമ്മളും പോന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന കുറച്ച് നല്ല പൊരിഞ്ഞ വെയിലാണ്. നട്ടുച്ച എന്താ പറയുക 2 മണിയൊക്കെ ആയിട്ടുള്ളൂ, 2-2:30, ഏകദേശം 2:15 ആയിട്ടുണ്ടാവുള്ളൂ. അത്ര നല്ല വെയിലുള്ള സമയത്താണ് അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും. അപ്പോൾ നമ്മൾ കുറച്ച് തോനെ അങ്ങോട്ട് പോയപ്പം എയർപോർട്ടിൻ്റെ അടുത്താണ് വീട് കേട്ടോ. കരിപ്പൂർ എയർപോർട്ടില്ലേ, അപ്പോൾ വിമാനത്താവളവും അതേപോലെ തന്നെ എന്താ പറയുക റൺവേ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന സമയമായിരിക്കും. അപ്പം എന്താ പറയുക, മോന് കളിയുണ്ട്. മെയിനായിട്ട് നമ്മൾ നിൽക്കാത്തതിൻ്റെ കാര്യം, മോന് കോഴിക്കോട് അവിടെ വെച്ചിട്ട് എന്തോ ടൂർണമെൻ്റ് ഉണ്ട്. ഓന് പന്ത് കളി കൊണ്ട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഓൻ ആ കളി ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓൻ വരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കളി രാത്രി 8 മണിക്കാണെന്ന് പറഞ്ഞ സമയത്ത് ഓക്കെ എന്നാൽ ഞാനും വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ മോൻ പോകുന്നത്. പിന്നെന്താ, അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ നിന്നുണ്ട് ഒരു വിമാനം പൊന്തുന്നതായിട്ട് ഞങ്ങൾ കണ്ട്. അപ്പം എന്താ പറയുക, നമ്മളവിടെ കൊണ്ടോട്ടി വീട്ടിൽ പോയാൽ എന്താ പറയുക, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ നമ്മളെ വിമാനമൊക്കെ ചെറുതായിട്ടല്ലേ ആകാശത്ത് കാണലുള്ളൂ. ഇത് പൊന്തുകയും താഴുകയും ചെയ്യുന്ന സമയത്ത് നല്ല വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ പോയാൽ ഞങ്ങൾ കാണലുണ്ട്. പക്ഷേ ഇന്ന് നമുക്കങ്ങനെ അത് പോകാനും പറ്റിയില്ല. പിന്നെ യുദ്ധത്തിൻ്റെ ആ ഒരു സമയമല്ലേ, നമ്മൾ യുദ്ധം നടക്കുന്നുണ്ട്, ആ ഒരു സമയത്താട്ടോ നമ്മളത് പോകണത്. എനിക്ക് തോന്നുന്നത് 11-ാം തീയതി ആയിരിക്കും, 11-ാം തീയതിയാണ്. അപ്പം എഡിറ്റൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നല്ലോണം പോലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല ഷേക്കാവുന്നൊക്കെ ഉണ്ട്, എന്നാലും ക്ഷമിക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്താ പറയുക, അപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറച്ച് നേരം നമ്മൾ നോക്കി നിന്ന്. അപ്പോൾ ഒരു പ്ലെയിൻ പോകുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ കാക്ക പറഞ്ഞു ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും, നല്ലൊരു സ്ഥലമുണ്ട് പറഞ്ഞ്. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ
കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാക്കൻ്റെ ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ റൺവേൻ്റെ അടുത്തൂടെ അങ്ങനെ പോവാം കേട്ടോ. കാണുന്നതൊക്കെ റൺവേ ആണ് കേട്ടോ. വിമാനം നിർത്താൻ വരുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അതാണ്. അപ്പം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ കുറേശ്ശൊക്കെ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി. കുറച്ച് അങ്ങോട്ട് ഉള്ളോട്ട് പോയാൽ നമ്മൾ പണ്ട് വിമാനം തകർന്ന് ഒക്കെ വീണില്ലായിരുന്നു, കത്തുകയൊക്കെ ചെയ്തില്ലായിരുന്നു, ആ സ്ഥലം കേട്ടോ അത്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഒക്കെ ഉണ്ട്, നിരത്തുന്നൊക്കെ ഉണ്ട്, സംഭവം എന്തോ പണി നടക്കുന്നുണ്ട്. ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ആ വീടിൻ്റെ അടുത്ത് നിന്നാൽ നമുക്ക് നല്ലോണം കാണാൻ പറ്റുമെന്ന് പറഞ്ഞേക്കാം. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല വെയിലാണ്. കുറച്ച് നേരം തണലത്ത് നിന്നിട്ട് കുറച്ച് ലേറ്റായിട്ട് പോവാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, നല്ല വെയിലും നല്ല ചൂടുള്ള എന്താ പറയുക 2-2:30 ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണ്. ഇപ്പോൾ മോൻ അങ്ങോട്ട് പോയി, കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളവിടെ അങ്ങനെ നിന്ന്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് നല്ലൊരു സുഖം കേട്ടോ. അവിടെ നല്ലൊരു കാലാവസ്ഥ ഉള്ളത്, എന്താ പറയുക, കുറേ തെങ്ങും കുറേ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു തണുപ്പുള്ള സ്ഥലം. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. അപ്പം ഞാൻ ഏതായാലും വിമാനമൊക്കെ വരുന്നത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വിമാനം നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് കരിപ്പൂരാട്ടോ. നല്ല സന്തോഷത്തിലായിട്ടും. പിന്നെ നമ്മൾ വന്നതിന് ശേഷം ബേക്കിലൊരു കാറുണ്ട് കേട്ടോ. അതിൽ നിന്ന് ആളുണ്ട്, ഓരും ഇങ്ങനെ കാണാൻ വന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ അവിടെ നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു. വിമാനം വരുമെന്ന് വിചാരിക്കുന്നു, ഇപ്പം വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ വിമാനം വരും, അവിടെ നിന്ന് പൊന്തിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കഥ പറഞ്ഞ് വരുന്നുണ്ട്. മാഷാ അല്ലാ അടിപൊളിയുടെ വിമാനം. ഇത്രയും വലിപ്പത്തിൽ നമ്മൾ എന്തോ ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ. നമ്മളിങ്ങനെ എപ്പോഴും കാണുന്നില്ലല്ലോ. ഇവരൊക്കെ ഇവിടെ വീട്ടിലുള്ളവരൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ഇതിങ്ങനെ കാണല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ കാണാൻ വേണ്ടി പോയാട്ടോ, വീഡിയോ എടുക്കാനോ കാര്യത്തിനൊന്നും പോയതല്ല. അപ്പോൾ ഏതായാലും കാണുന്ന സമയത്ത് നമ്മളൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അത്ര തന്നെ. അങ്ങനെ 2-3-4 വിമാനങ്ങളൊക്കെ പറക്കുന്നോ പൊന്തുന്നോ ഒക്കെ കണ്ടവിടെ നിന്ന് നല്ല സന്തോഷമായിട്ടോ. എന്തായാലും നല്ല വെയിലുള്ള സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കയറിക്കാന്നുള്ള നിലക്കാണ് നമ്മളവിടെ നിന്നത്. ബൈക്കും ബലം കൂടെ ആയതുകൊണ്ട് നല്ല പൊരിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല സന്തോഷമായിട്ടോ. മക്കളവിടെ കണ്ടു. ഒന്നുകൂടെ കുറച്ചുകൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഒരു 2-3 കൂടെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ നിന്ന് നോക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും അതാ വിമാനം വരുന്നുണ്ട് കേട്ടോ. മോനൂസൊക്കെ ചിരിച്ച് ചാടി കളിക്കണുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ഏകദേശം ഇങ്ങനെ അടുത്തുനിന്നാണ് കാണുന്നത് കണ്ടോ. നല്ല രസമുണ്ട് കാണാൻ. മനസ്സിന് കഥ പറഞ്ഞിട്ട് മതിയാവണില്ല. അവർ പോവുമായിരുന്നു കേട്ടോ, കാണുന്നില്ല. അവർ വന്നതിന് ശേഷം കാണുന്നില്ല. ഇനിയും ഒരു വണ്ടി നിറച്ച് ആളുണ്ടെങ്കിൽ അവരവിടെ കുടുംബസംഗമവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവർ കുറച്ച് നേരം നമ്മൾ നിൽക്കുന്നുണ്ട്, അവിടെ കുറേ നേരം നിന്ന്. അപ്പോൾ അവർ എന്താ പറയുക, കുറേ നേരം നിന്നപ്പോൾ കാണാത്തപ്പോൾ തിരിച്ചു പോകാൻ നിന്നപ്പോഴാണ് 3-ാമത്തെ വിമാനം വരുന്നത് കേട്ടോ.
അപ്പോൾ അവരെ നമ്മൾ വിളിച്ചതാ പോവല്ലേ